നമ്മൾ മോക്ക് ടെസ്റ്റിലെ 2-3 ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മോക്ക് ടെസ്റ്റിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ജി കെ സെക്ഷൻ. അപ്പോൾ ജി കെ സെക്ഷനത്തെ 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ് ഫ്രം നമ്പർ 1, ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ചീഫ് മിനിസ്റ്റർ ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഷാൾ നോട്ട് എക്സീഡ് ബൈ ദ ടോട്ടൽ നമ്പർ. എത്ര ശതമാനം, അതായത് നമുക്കറിയാം ഒരു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കുറേ MLA മാരുണ്ടാകും. അപ്പോൾ ജയിച്ച പാർട്ടിയുടെ MLA മാരുടെ എത്ര ശതമാനം ഈ MLA മാരുടെ എണ്ണത്തിൻ്റെ ഈ മൊത്തം MLA മാരുടെ എത്ര പെർസെൻറ്റേജാണ്, അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വരുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റവന്യൂ മന്ത്രിയുണ്ട്, കൃഷി മന്ത്രിയുണ്ട്, സ്പോർട്സ് മന്ത്രി, അങ്ങനെ കുറേ മന്ത്രിമാരുണ്ട്. ഇവരുടെ ഈ വകുപ്പുകളൊക്കെ കൂടി ഇതിൻ്റെ എത്ര ശതമാനം ആയിട്ട് വരണമെന്ന്, അത് 15% ആൻസർ. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓൾ മിനിസ്റ്റേഴ്സ് ഓഫ് ദി ഹൗസ് ഓഫ് പാർലമെൻറ്റ് ഹാസ് ദ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് ആൻഡ് അതർ പാർലമെൻറ്റ് ബട്ട് ക്യാൻ വോട്ട് ഓൺലി ഇൻ ദി ഹൗസ്. ഓക്കെ, ഏതൊരു പാർലമെൻറ്റത്തെ മെമ്പറിനും ഒരു എം പിക്ക് ഏതൊരു ഇതിൽ വേണമെങ്കിലും സംസാരിക്കാം, ഏത് ഹൗസിൽ വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ അവരവരുടെ ഹൗസിൽ മാത്രമേ വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഓക്കെ, ആർട്ടിക്കിൾ 75 എന്താന്ന് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 75 എന്താ പറയുന്നത്? ഇറ്റ് മീൻസ് ടു വർക്ക് ഇൻ ടേംസ് അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ഫോർ ലോക്സഭ. അതായത് ഒരു ലോക്സഭയിൽ എല്ലാ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ആ ലോക്സഭയ്ക്ക് റെസ്പോൺസിബിളാണ്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് രാജിവെച്ചാൽ ലോക്സഭ വീണു എന്നാണ് അർത്ഥം. വെൻ ലോക്സഭ പാസസ് നോൺ കോൺഫിഡൻസ് മോഷൻ അഗെയിൻസ്റ്റ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹാസ് ടു റിസൈൻ ഇൻക്ലൂഡിംഗ് ദോസ് മിനിസ്റ്റേഴ്സ് ഹു ആർ ഫ്രം രാജ്യസഭ. ഓക്കെ, ഇപ്പോൾ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മളുടെ ലോക്സഭയിലും രാജ്യസഭയായിട്ടുണ്ട്. അപ്പം ഒരു ഡിഫൻസ് മിനിസ്റ്റർ രാജ്യസഭയിൽ നിന്നാണെങ്കിലും ഫിനാൻസ് മിനിസ്റ്റർ ലോക്സഭയിൽ നിന്നാണെന്ന് വിചാരിക്കുക. അപ്പം ലോക്സഭയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഒരു നോൺ കോൺഫിഡൻസ് മോഷനിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇവിടുത്തെ എല്ലാവരും രാജിവെക്കുമ്പം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എല്ലാവരും ഇവിടുന്ന് രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രാജ്യസഭയത്തും രാജിവെക്കണം. ഓക്കെ, രാജ്യസഭ പെർമനൻറ്റ് ഹൗസ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ് പ്രസിഡൻറ്റിനെ അഡ്വൈസ് ചെയ്യുക, അതായത് ലോക്സഭ ഡിസോൾവ് ചെയ്യണം. അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്ററാണ് പ്രസിഡൻറ്റിനെ കൂടുതലും അഡ്വൈസ് ചെയ്യുക. എല്ലാ മിനിസ്റ്ററിനും ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കുന്നതിൽ പങ്കുവഹിക്കാം, അതായത് അവരുടെ ഡ്യൂട്ടിയാണത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ്. ഈ 15% എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ 15% ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി 2023ൻ്റെ ലോഗോ എന്തായിരുന്നു എന്നാണ്. ജൂഹിയാണ്. ജൂഹി ജാർഖണ്ഡിൽ വെച്ചിട്ടായിരുന്നു. വുമൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് 2023 ജാർഖണ്ഡിൽ റാഞ്ചിയിൽ വെച്ചിട്ടായിരുന്നു. ഹേമന്ത് സോറനാണ് ജാർഖണ്ഡിൻ്റെ ചീഫ് മിനിസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ഏത് 5-year പ്ലാനിലാണ് വന്നതെന്ന്. 8th 5-year പ്ലാനാണ് ആൻസർ. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന വന്നത്. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8th 5-year പ്ലാൻ, അതായത് 1922 to 1927 1992 to 1997 സോറി 22 അല്ല 1992 to 1997. 7th 5-year പ്ലാൻ 85 to 1990 ആയിരുന്നു. 9th 5-year പ്ലാൻ 1997 to 2002 ആയിരുന്നു. ഓക്കെ, അപ്പോൾ 2 കൊല്ലം ഹോളിഡേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്ലാൻ തുടങ്ങിയത്. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മിനിസ്ട്രി ഓഫ് MSME എന്ന് പറഞ്ഞ മിനിസ്ട്രി ഉണ്ട്, അതും പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി കോപ്പറേറ്റീവ് മിനിസ്ട്രി, രണ്ടും കൂടിയും ഒരുമിച്ചിട്ടാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ 2 മിനിസ്ട്രീസും കൂടി ഒരുമിച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്. 15% പ്രൊജക്റ്റ് കോസ്റ്റും GDP ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ഐഡിയ ആയിരുന്നു അത് 8th 5-year പ്ലാനാണ്. ഇനി ഫ്രൂട്ടിൽ പെക്റ്റിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ പെക്റ്റിൻ എന്ന് പറഞ്ഞ സംഭവം ഏതൊരു പാർട്ടിൽ, അതായത് അതിൻ്റെ കൂടെ അസോസിയേറ്റ് ആയി കാണുന്ന ആസിഡ് ഏതാണെന്നാണ്. ഗ്ലൂട്ടറോണിക് ആസിഡാണ് പെക്റ്റിൻ അസോസിയേറ്റ് ആയിട്ട് കാണുന്നത്. എന്താണ് ഗ്ലൂട്ടറോണിക് ആസിഡ്? അതായത് പെക്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്, അതായത് സെൽ വോളിൽ പ്രസൻ്റ് ആയിരിക്കും. ആ ഒരു ഫ്രൂട്ടിൻ്റെ ഫേംനെസ്സും സോഫ്റ്റ്നെസ്സും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം ബനാന നമുക്കറിയാം കുറച്ചും കൂടി സോഫ്റ്റ് ആണ്, വൈൽ ജാക്ക് ഫ്രൂട്ടിൻ്റെ പുറത്ത് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഈ പെക്റ്റിൻ ആണ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു കോമ്പോസിഷൻ സ്ട്രക്ചറൊക്കെ. ഈ പെക്റ്റിൻ
ഗ്ലൂട്ടനോണിക് ആസിഡിലാണ് പെക്റ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ ദ മെയിൻ എലമെൻറ്റ് ഈസ് വിച്ച് ബൈൻസ്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ കൂടെ തന്ന ബാക്കി ആസിഡ് ആസ്പറാറ്റിക് ആസിഡ്, ഇത് പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഗ്ലൂട്ടാമിക് ആസിഡും പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ലാക്റ്റിക് ആസിഡ് പറഞ്ഞാൽ മിൽക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് നമുക്ക് കേട്ട് പരിചയമുണ്ടാവും. ഓക്കെ, അടുത്തത് ഇപ്പോഴത്തെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ പുതിയ ഡയറക്ടറേറ്റ് ആയിട്ട് വന്നത് പ്രവീൺ സൂഡാണ്. കറണ്ട് അഫെയർസിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് ഇനേഷ്യനെ കുറിച്ചുള്ള 2 സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനേഷ്യ ഇസ് എ നാച്ചുറൽ ടെൻഡൻസി ഓഫ് എൻ ഒബ്ജക്റ്റ് ടു റെസിസ്റ്റ് ദി ചേഞ്ച് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. അത് കറക്റ്റാണ്, നമുക്കറിയാം ഇനേഷ്യ എന്താണ്. അതുപോലെ തന്നെ മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് മെഷർ ഓഫ് ഇറ്റ്സ് ഇനേഷ്യ. ഓക്കെ, അത് നമുക്കറിയാം. അതായത് ഇനേഷ്യ മൊമെൻറ്റം നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു mv. അപ്പം മാസ് അതിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ നാച്ചുറൽ ടെൻഡൻസിനെ ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടും അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആകും എക്സാംസിന്. കാരണം ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പല പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്.